ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് പോളണ്ടിലെ ഗഡാൻസ്കിലാണ്. അപ്പം ചെക്കിന്ന് മാറി പോളണ്ടിലേക്ക് നമ്മൾ എത്തിയപ്പം ഇറാസ്മസ് ചെയ്യാൻ വന്നാണ്. ഇറാസ്മസ് ഒരു സെമസ്റ്റർ അവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പുതിയ യൂണിവേഴ്സിറ്റി, പുതിയ അക്കോമഡേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ചെക്കിന്ന് യൂണിവേഴ്സിറ്റിൻ്റെ എൻ്റെ ഡോമിൻ്റെ ടൂറൊക്കെ ഞാനിട്ടുണ്ട്. അപ്പോൾ പോളണ്ടിലെ ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക, ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് സെയിമാണ്. അപ്പം പോളണ്ടിലത്തെ ആ ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന ഏരിയാസൊക്കെ ഡോംസാണ്. ഇതൊരു ഡോമാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഡോമുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഡോമുണ്ട്. അപ്പം ഫുള്ള് ഡോംസ് ഉള്ള സ്ഥലമാണ്. അപ്പം ഈ ഡോം നമ്പർ പറയുന്നത് ഡോം നമ്പർ 10 ആണ്. ഇവിടെയാണ് നമ്മളെ റൂം. അപ്പുറത്തേക്ക് 3-6 എന്നൊക്കെ, ഇതൊക്കെ ഒലിവിയ എന്ന് പറഞ്ഞ മെയിൻ യൂണിവേഴ്സിറ്റി ഓഫ് ഗഡാൻസ്കിൻ്റെ ക്യാമ്പസ് ഉണ്ട്. ഈ കാണുന്ന സാധനം കണ്ടോ, ആ സാധനമാണ് വിപ്രോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഉള്ളിൽ കയറിയിട്ട് ഇതിലെ കാഴ്ചകൾ കണ്ടോക്കാം. ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ നമുക്കിവിടെ ഒരു റിസപ്ഷൻ വരുന്നുണ്ട്. ഇതാണ് നമ്മളെ റിസപ്ഷൻ. ഇവിടെ നമുക്ക് കുറച്ച് ഇരിക്കാനുള്ള സ്ഥലം, പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ചെറിയൊരു ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്. പിന്നെ നമുക്കിവിടെ ഇരിക്കാം, പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇത് ഡോമിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. നമുക്കിവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് കയറിയിട്ട് നമ്മളത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്കാണ്. അപ്പം ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോകണം. പിന്നെ ഇവിടെ വേറൊരു സംഭവം എന്താ ഉള്ളത് വെച്ചാൽ, വെള്ളം നിറയ്ക്കാനുള്ളൊരു സാധനമുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ സേവ്ഡ്. ഇവിടെ വന്നിട്ട് നമ്മൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. അതിന് ചാർജോ കാര്യങ്ങളൊന്നുമില്ല, അത് ഫ്രീ ആണ്. ഇവിടെ നമ്മളെ യൂണിവേഴ്സിറ്റി ഡോമിൽ ഇവിടെ നടക്കുന്ന പരിപാടികളെ കുറിച്ചും കാര്യങ്ങളൊക്കെ, യൂണിവേഴ്സിറ്റി ഓഫ് ഗഡാൻസ്കിൻ്റെ ഡിസ്കോ പാർട്ടി നൈറ്റ്, അതായത് ഈ ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടി, അങ്ങനെ ഫുൾ ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ പോരാത്ത ഇൻഫർമേഷൻസ് ഇവിടെ ഉണ്ടാവും. റിസപ്ഷനിലുള്ള ആൾക്കാർ, ചില ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്, ചില ആൾക്കാർ ഇംഗ്ലീഷൊന്നും സംസാരിക്കില്ല. അപ്പോൾ വന്ന ടൈമിന് ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആളെയും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാനും പിന്നെ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യാനൊക്കെ കുറച്ച് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത്, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ യൂറോപ്പിലേടെങ്ങൾ വന്നാലും ഓൾക്ക് നമ്മൾ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിഞ്ഞോളാന്നില്ല. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി, അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ലാംഗ്വേജ് ഒരു പൊടി പോലെ അറിയാതെ നമ്മളിവിടെയൊക്കെ ജീവിച്ച് പോകുന്നുണ്ടല്ലോ എന്നുള്ള വലിയൊരു സംഭവം. അപ്പോൾ നമ്മളെ 5th ഫ്ലോർ എത്തി. നമ്മളെ ഏറ്റവും ടോപ്പിലാണ് നമ്മളെ റൂം. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഈ സൈഡിലേക്കുണ്ട്. ആ സൈഡ് നമ്മളെ റൂം ആ സൈഡിൽ എൻഡിലാണ്. ഇതേപോലെ കുറേ റൂംസ് ഉണ്ട് ഈ ഫ്ലോറിൽ. അപ്പം ഈ റൂമിൽ എങ്ങനെയാ വെച്ചാൽ, ചിലപ്പോൾ നമ്മളെ റൂമിൽ എങ്ങനെ വരുന്നത് വെച്ചാൽ 2 ആൾക്ക് ഒരു റൂം, പിന്നെ ഒരു സിംഗിൾ റൂം അങ്ങനെ വരുന്നത്. എൻ്റെ ഒപ്പം ഒരു ചൈനക്കാരനാണ്. ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മളെ റൂം. അപ്പോൾ നമ്മൾ ഇവിടെ ചെക്കിത്തെ പോലെയല്ല, ചെക്കിൽ കീ ചെയ്യും. നമുക്കിവിടെ ഒരു ടാപ്പിൻ കാർഡാണുള്ളത്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഡോർ ഓപ്പണായി. നമ്മൾ നേരെ എന്താക്കുന്നു, ഉള്ളോട്ട് കയറുന്നു. ഓക്കെ, ഇതാണ് ഇൻഡി ഓൺഡി റൂം. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ വേറൊരു ഇതും കൂടി ഉണ്ട്. അതായത് ഇത് സിംഗിൾ റൂം. അവിടെ ഒരു ഈജിപ്തുകാരനാണ് ഉള്ളത്, ഹോം പോയി. അപ്പം റൂമിൽ എന്തൊക്കെ കാഴ്ചകളുള്ളതൊന്ന് കണ്ടുവരാം. അപ്പോൾ ആദ്യം തന്നെ റൂമിൽ കയറുമ്പോൾ ഇവിടെ ഒരു ബെഡ് ഉണ്ട്. ഇത് എൻ്റെ ബെഡാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് വെക്കാം. പിന്നെ ഇവിടെ നമ്മളെ വർക്കിംഗ് ടേബിളും കാര്യങ്ങളൊക്കെ, ഇത് ഓൻ്റെ ടേബിൾ, നിൻ്റെ ടേബിൾ, പിന്നെ ഇതിൻ്റെത് ഓൻ്റെത്, അങ്ങനെ നമ്മൾ ഫുള്ള് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസ്, പിന്നെ ക്യാമറയുടെ സാധനങ്ങൾ. പിന്നെ നമുക്ക് പിന്നെ ഓൻ്റെ ബെഡാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഇതേപോലുള്ള ഒരു ബെഡ്. ഇതിൻ്റെ അടിയിൽ നമുക്ക് സാധനങ്ങൾ വെക്കട്ടോ. പിന്നെ ഇതേപോലെ ഷെൽഫുകളുണ്ട് ഇവിടെ. ഈ ഷെൽഫുകളിൽ തന്നെ നമുക്ക് ഡ്രസ്സുകൾ വേണേൽ ഡ്രസ്സ് വെക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതിന് പോരാതായിട്ട് ഇവിടെ നമുക്ക് ഷെൽഫ് വരുന്നുണ്ട്. ഈ ഷെൽഫിൽ എങ്ങനെയാ വെച്ചാൽ, ഈ ഒരു ഏരിയ ഒരാൾക്ക്, ഈ ഒരു ഏരിയ ഒരാൾക്ക്, അടിയിലും അങ്ങനെ തന്നെ. അപ്പം സാധനങ്ങൾ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ അടിപൊളിയായിട്ട് സ്ഥലമുണ്ട്. പിന്നെ വിൻ്റർ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ വിൻ്റർ തുടങ്ങിയത് കൊണ്ട് ഹീറ്റർ വെരി മസ്റ്റാണ്. അപ്പം ഫുൾ ടൈം ഹീറ്റർ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. അത് വേറൊരു ഡോമാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെ വേറെ ചെറിയ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഇത് ഇവിടെ സൂപ്പർ മാർക്കറ്റാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സൂപ്പർ മാർക്കറ്റാണ്. എന്തെങ്കിലും സാധനമാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ പോയി വാങ്ങാം. അതൊക്കെ ഭയങ്കര സംഭവം കേട്ടോ. കാരണം നമ്മളിപ്പോൾ എൻ്റെ ചെക്കിലുള്ളടത്ത് എനിക്ക് ബസ് കയറി പോയിട്ട് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാം. പക്ഷെ ഇവിടെ ഭയങ്കര ആക്സസിബിലിറ്റിയാണ് കാര്യങ്ങൾക്കൊക്കെ. പിന്നെ കാര്യം നമ്മൾ റൂമിന് പുറത്തിറങ്ങുകയാണെങ്കിൽ, അതായത് തൊട്ടൊന്ന് റൂമിന് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഈ റൂമിലുള്ള നമുക്കും കൂടി വേണ്ടിയിട്ട് ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ ഒരു വാഷ് സ്പേസ് പോലുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്, നമ്മളെ സ്റ്റോർ ചെയ്യാൻ, 3 ആൾക്കും കൂടി സ്റ്റോർ ചെയ്യാൻ വേണ്ടി ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ ഇതൊന്നും നമ്മളെ ചെക്കിലില്ല കേട്ടോ. പിന്നെ ഇവിടെ സാധനങ്ങൾ വെക്കാനുള്ളത്, നമ്മളെ മസാലപ്പൊടികൾ,
പിന്നെ ഇത് ഓൻ്റെ സാധനങ്ങളാണ്. ഈ സാധനം വെച്ചിട്ട് ഓന് എന്തൊക്കെയോ ചെയ്യലുണ്ട്. ചോറ് വെക്കും, പിന്നെ വറുക്കും, കറി വെക്കും. ഇറ്റൊരു സാധനം അടുത്ത പ്രാവശ്യം പോയി വരുമ്പോഴത്തേക്ക് എന്ത് ചൈനത്തെ സാധനമാണ്, ഇതൊരു സാധനം നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതാ അപ്പോൾ ഇതാണുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇതാ അതേപോലെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ചെയ്യാം. അപ്പം ഇവിടെ ഷൂ വെക്കാം. പിന്നെ ജാക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സാധനമുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെക്കിൽ ഉള്ള സമയത്ത് ബാത്റൂം കോമൺ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ റൂമിൽ തന്നെ എന്താകുന്നുണ്ട്, വാഷ്റൂം വരുന്നുണ്ട്. നമുക്ക് കുളിക്കാനുള്ള സൗകര്യം, ബാത്റൂം പോകാനുള്ള സൗകര്യം. നമുക്ക് എന്താ വെച്ചാൽ നിസ്കരിക്കാനൊക്കെ ഒഴിവ് എടുക്കുന്ന ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ കോമൺ ആയിട്ടുള്ള സ്ഥലമാകുമ്പോൾ നമുക്ക് പോയി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് റൂമിൽ നിന്ന് തന്നെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം നമുക്ക് അവിടെ വാഷ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, വാഷ്റൂം പോകാണ്ട് എല്ലാ സ്ഥലവും ഇവിടെ സെറ്റപ്പാണ്. ഇവിടെ തന്നെ ഒരു ഹീറ്ററുണ്ട്, ബാത്റൂമിൽ തന്നെ ഒരു ഹീറ്ററുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഈ റെൻറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. റെൻറ്റ് വരുന്ന എത്ര വെച്ചാൽ 725 പോളിഷ് സ്ലോട്ടി. അങ്ങനെ പറയുമ്പോൾ ഏകദേശം നമ്മൾ എത്ര രൂപ വെച്ചാൽ ഏകദേശം നമ്മളെ നാട്ടിലത്തെ ഒരു 15,000 റുപ്യൻ്റെ അടുത്ത്. എന്നാലും കുറവാണ്. ഏകദേശം ചെക്കിൽ പോളണ്ടിൽ റെൻറ്റ് ഏകദേശം നോക്കുകയാണ് ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. പോളണ്ടിൽ ചെക്കിൽ ഒരു 14,000 ആ ഒരു റേഞ്ച് ആണെങ്കിൽ 13-14 റേഞ്ച് ആണെങ്കിൽ ഇവിടെ ഒരു 15,000. പക്ഷെ ഇത് ഗഡാൻസ്കിലായതുകൊണ്ടാണ് തോന്നുന്നത്. ഇതിപ്പം വേറെയും പല സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും. എന്നാലും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ട്രെൻഡ് വളരെ കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം, നമ്മളെ റൂമും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിച്ചൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. നമുക്ക് കിച്ചണ് വേണമെങ്കിൽ ഇവിടുന്ന് കുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടുന്ന് കുക്ക് ചെയ്യല്. പക്ഷെ എനിക്ക് കോമൺ കിച്ചൺ ആണുള്ളത്. പക്ഷെ വേറൊരു ഉപകാരം എന്താ വെച്ചാൽ നമ്മളെ കോമൺ കിച്ചൺ വരുന്നത് നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഫ്ലോറിൽ നമ്മളെ തൊട്ടടുത്താണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് നമ്മൾ സാധനം എടുത്ത് കുറേ ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇതാണ് സ്ഥലം. കുച്ചീന നാട്ടിൽ ഇവിടെ കിച്ചൺ എന്ന് പറയാം, ആർക്കറിയാം. അപ്പം ഇതാണ് നമ്മളെ കിച്ചണ്. അപ്പം ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുക. നമ്മളെ ഇത് ഇലക്ട്രിക്കിൻ്റെതാണ്. അപ്പോൾ നമ്മൾ പാത്രങ്ങൾ വെക്കും, നമുക്ക് കുക്ക് ചെയ്യാം. ഓരോരുത്തരും കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് പാത്രം കഴുകുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഷ് ബേസും കാര്യങ്ങളും വെച്ച് പാത്രം കാര്യങ്ങളൊക്കെ കഴുകുക. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്താ സംഭവം ഉള്ളത് വെച്ചാൽ നമുക്ക് കോമൺ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. നമ്മൾ ഫുഡൊക്കെ ഇപ്പം എല്ലാവരും കൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയിട്ടുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നല്ല വ്യൂ ആണ്. ആ കാണുന്ന കണ്ടോ, ഇതൊക്കെ നമ്മളെ യൂണിവേഴ്സിറ്റിയാണ്. ഈ കാണുന്ന ഈ ഒരു സംഭവം കണ്ടോ, അത് നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ ലൈബ്രറിയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണുമെന്നറിയില്ല, ഇവിടെ തന്നെ ആ കാണുന്ന ഏരിയയിൽ തന്നെയാണ് എന്ത് ട്രാം വരുന്നത്, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് അവിടുന്ന്. ആ കാണുന്നത് അതാ വിപ്രോ. പിന്നെ ഈ കാണുന്നതൊക്കെ IT കമ്പനീസാണ് കേട്ടോ, വലിയ IT കമ്പനീസാണ്. പിന്നെ ഒരു പ്രോപ്പർ സിറ്റിയിൽ തന്നെയാണ് നമ്മളെ യൂണിവേഴ്സിറ്റിൻ്റെ ഡോം എന്ന് വേണമെങ്കിൽ പറയാം. യൂണിവേഴ്സിറ്റി അതാണ്, യൂണിവേഴ്സിറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡോം ഇവിടെ തന്നെ ഉള്ളത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു കിച്ചൺ കാര്യങ്ങളൊക്കെ സെറ്റപ്പ്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ടാണ് കുക്ക് ചെയ്യൽ. താഴത്ത് വേണമെങ്കിൽ ഓവൻ ഉണ്ട്, നമുക്ക് ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളൊക്കെ ആയിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഗായ്സ് നമ്മളെ ഈ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പോളണ്ടിലേക്കൊക്കെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ നോക്കാം. അതാകുമ്പോൾ വലിയൊരു എക്സ്പെൻസ് വരില്ല. അപ്പോൾ വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കുക. പിന്നെ വേണം നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള അക്കോമഡേഷനിലേക്ക് മാറണമെങ്കിൽ മാറാം. അതാകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പിന്നെ ഒന്ന് സെറ്റായിട്ട് മാറുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പം ഈ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ സെമസ്റ്റർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നേരെ ചെക്കിലേക്ക് തന്നെ പോകും. അപ്പം പോളണ്ടിൽ വന്ന് താമസിക്കാനും ഇവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ ഈ ഇറാസ്മസ് സ്കോളർഷിപ്പ് കൊണ്ട് പറ്റി. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇത് ഇറാസ്മസ് മുണ്ടസ് ആണോ, ഇറാസ്മസ് ഏതാണ് ഇത് ഇറാസ്മസ് പ്ലസ് എന്ന് പറഞ്ഞ സ്കോളർഷിപ്പാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പോയി നോക്കിയാൽ മതി. അപ്പോൾ ബൈ ഗൈസ്.